നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജോ വേലുപ്പാടം. ആദ്യം പ്രധാന വാർത്തകൾ. വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ 267 മാർപ്പാപ്പയായി ലിയോ 14. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവം സമാപിച്ചു. വാൽപ്പാറയിൽ നിയന്ത്രണം വിട്ട് ബസ് 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 28 പേർക്ക് പരിക്ക്. ഒല്ലൂർ സെന്ററിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് കടയിലേക്ക് ഇടിച്ചുകയറി. കൂടൽമാണിക്യം ഉത്സവത്തിന് സമാപനം. സംഗമേശൻ രാപ്പാൾ കടവിൽ ആറാട്ട് നടത്തി. ഗുരുവായൂർ തെക്കേ നടയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണു. വാർത്തകൾ വിശദമായി അറിയാം. വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ 267 മാർപ്പാപ്പയായി ലിയോ 14. ക്രിസ്തു ഒന്നായിരിക്കുന്നത് പോലെ സഭയും ഒന്നാണെന്നും ഐക്യത്തിലും സാഹോദര്യത്തിലും മുന്നോട്ടു പോകണമെന്നും ലിയോ 14 മാർപ്പാപ്പ. വിവിധ മതസ്ഥരുമായുള്ള ഐക്യം പ്രധാനമെന്നും പാപ്പ പറഞ്ഞു. ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയായി ലിയോ 14 സ്ഥാനമേറ്റു. കുർബാന മധ്യേ വലിയ ഇടയന്റെ അധികാര ചിഹ്നങ്ങളായ പാലിയവും സ്ഥാനമോതിരവും പാപ്പ ഏറ്റുവാങ്ങി. പൗരസ്ത്യ സഭകളിൽ നിന്നുള്ള പാത്രിയർക്കീസുമാർക്കൊപ്പം വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് മാർപ്പാപ്പ കുർബാന അർപ്പിച്ചത്. ഡീക്കന്മാർ, വൈദികർ, മെത്രാൻമാർ എന്നിവരെ പ്രതിനിധീകരിച്ച് 3 കർദിനാൾമാരാണ് കുർബാനയിൽ പങ്കെടുത്തത്. ആദ്യത്തെയാൾ പാലിയം ധരിപ്പിച്ചു. രണ്ടാമത്തെയാൾ മാർപ്പാപ്പയ്ക്കായി പ്രത്യേകം പ്രാർത്ഥന ചൊല്ലി. മൂന്നാമത്തെയാൾ സ്ഥാനമോതിരം അണിയിച്ചു. കുർബാന മധ്യേ മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവം സമാപിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിച്ച് ആറാട്ട് നടന്നു. രാവിലെ പശുക്കിടാവിന്റെ കരച്ചിൽ കേട്ട് ഉണർന്ന ഭഗവാൻ ദിനചര്യകൾ പൂർത്തിയാക്കി രാപ്പാൾ കടവിലേക്ക് ആറാട്ടിനായി പുറപ്പെട്ടു. സംഗമേശ്വരൻ മതിൽ കെട്ടുവിട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. തുടർന്ന് തോക്കേന്തിയ പോലീസിന്റെയും ഭക്തരുടെയും താളമേളത്തിന്റെയും അകമ്പടിയോടെയാണ് ആറാട്ടിനായി പുറപ്പെട്ടത്. ഉച്ചയോടെ ആറാട്ട് ചടങ്ങ് പൂർത്തീകരിച്ച ശേഷം തിരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടെ ഈ വർഷത്തെ ക്ഷേത്രോത്സവത്തിന് സമാപനമാകും. വാൽപ്പാറയിൽ നിയന്ത്രണം വിട്ട ബസ് 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 28 പേർക്ക് പരിക്ക്. പരിക്കേറ്റ 14 പേരുടെ നില ഗുരുതരമാണ്. തിരുപ്പൂരിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 3 മണിയോടെ വാൽപ്പാറയ്ക്കടുത്ത് വെച്ചാണ് സംഭവം. വാൽപ്പാറയ്ക്ക് സമീപം കവേഴ്സ് എസ്റ്റേറ്റ് ഭാഗത്ത് 33 കൊണ്ടായി സൂചിവലയിലെ 20 അടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത്. ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. 72 യാത്രക്കാരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ ബസ് ഡ്രൈവർ ഗണേശനെ പൊള്ളാച്ചി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് വിവരം. ഒല്ലൂർ സെന്ററിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ 2 കടകൾ തകർന്നു. ആർക്കും പരിക്കില്ല. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് ഊട്ടിയിലേക്ക് പോയിരുന്ന ബസ് എതിർദിശയിൽ വന്ന ലോ ഫ്ലോർ ബസ്സിൽ തട്ടിയ ശേഷം നിയന്ത്രണം വിട്ട് കടകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കടകൾ പൂർണ്ണമായും തകർന്നു. കടയിൽ ആളുകൾ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവായി. ഒല്ലൂർ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൂടൽമാണിക്യം ഉത്സവത്തിന് സമാപനം. സംഗമേശൻ രാപ്പാൾ കടവിൽ ആറാട്ട് നടത്തി. ഞായറാഴ്ച രാവിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും പരിവാര സമേതം ആറാട്ടിനെഴുന്നള്ളിയ സംഗമേശൻ ഉച്ചയ്ക്ക് 1 മണിയോടെ രാപ്പാൾ കടവിൽ ആറാട്ടു നടത്തി. തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരി, മേൽശാന്തി പുത്തില്ലത്ത് ആനന്ദൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു.
പരികർമ്മി മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി, അഖിൽ മണക്കാട്, നിഖിൽ മണക്കാട് എന്നിവർ സഹകാർമ്മികരായി. വെള്ളിയാഴ്ച രാവിലെ ഏതൃത്ത പൂജയും ആറാട്ട് ബലിയും നടത്തിയതിനു ശേഷം പാണികൊട്ടി പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവാൻ തന്റെ എല്ലാ പരിവാരങ്ങളോടും കൂടി ഒരു പ്രദക്ഷിണം കൊണ്ട് ശ്രീഭൂത ബലി നടത്തി. തുടർന്ന് വലിയ പാണികൊട്ടി ആനപ്പുറത്ത് കയറി മേളത്തോടെ ഒരു പ്രദക്ഷിണം കൂടി പൂർത്തിയാക്കി മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളി. കൊമ്പൻ വടക്കുന്നാഥൻ ശിവൻ ഭഗവാന്റെ തിടമ്പേറ്റി. പുതുപ്പള്ളി ഗണേശൻ, കുളക്കാടൻ കുട്ടിക്കൃഷ്ണൻ എന്നിവർ അകമ്പടിയായി. കിഴക്കേ നടയിൽ പോലീസ് സംഘം ആചാരപ്രകാരമുള്ള റോയൽ സല്യൂട്ട് നൽകി. തുടർന്ന് 3 ആനകളുമായി നാദസ്വരത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ സംഗമേശൻ ആറാട്ടിനായി രാപ്പാളിലേക്ക് യാത്രയായി. നിരവധി ഭക്തജനങ്ങളും ഭഗവാനെ അനുഗമിച്ചിരുന്നു. ആറാട്ടിന് ശേഷം രാപ്പാൾ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്ക് ആറാട്ട് കഞ്ഞി വിതരണം നടത്തി. വൈകിട്ട് 4 മണിയോടെ മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവാൻ തിരിച്ചെഴുന്നള്ളി. ഗുരുവായൂർ തെക്കേനടയിൽ റോഡിനരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണു. മഹാരാജ ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെ 12:30 അപകടം നടന്നത്. കണ്ടെയ്നർ ലോറിയിൽ കുരുങ്ങിയ കേബിൾ വലിഞ്ഞാണ് വൈദ്യുതി പോസ്റ്റ് കാറിന് മുകളിലേക്ക് വീണത്. അപകടത്തിൽ കാറിന്റെ പുറകിലെ ചില്ല് തകർന്നു. ആർക്കും പരിക്കില്ല. അപകടകരമായ രീതിയിൽ പൊട്ടിക്കിടന്നിരുന്ന കേബിളുകൾ ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ 267 മാർപ്പാപ്പയായി ലിയോ 14. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവം സമാപിച്ചു. വാൽപ്പാറയിൽ നിയന്ത്രണം വിട്ട് ബസ് 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 28 പേർക്ക് പരിക്ക്. ഒല്ലൂർ സെന്ററിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് കടയിലേക്ക് ഇടിച്ചുകയറി. കൂടൽമാണിക്യം ഉത്സവത്തിന് സമാപനം. സംഗമേശൻ രാപ്പാൾ കടവിൽ ആറാട്ട് നടത്തി. ഗുരുവായൂർ തെക്കേ നടയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും ശേഖരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.